ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആങ്കർ എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണിത്, ഒരു യൂണിവേഴ്സൽ ചാർജർ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂണിവേഴ്സൽ ചാർജറുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി, അവിടെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. യൂസർ മാനുവൽ, യൂണിവേഴ്സൽ ചാർജർ, ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ചാർജർ. നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് കളർ വേരിയന്റ് ആണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഔട്ട്പുട്ട് സോക്കറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ആങ്കർ ഒന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വലത് സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറെ ബട്ടണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പിൻഭാഗത്തായിട്ട് പല കൺട്രികളുടെയും അടങ്ങുന്ന കണക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫ്യൂസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ 4 ഔട്ട്പുട്ട് സോക്കറ്റുകളും കാണാൻ സാധിക്കും. ഇതിന് സെൻട്രലായിട്ട് ഒരു LED ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകൾ സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. അതിൽ തന്നെ 4 കൺട്രികളുടെ സോക്കറ്റുകൾ നമുക്ക് ഇത് ലഭിക്കും. ഫസ്റ്റത്തേത് EU സോക്കറ്റ് ആണ്. ഇത് ഓപ്പൺ ചെയ്താൽ 2 പിൻ സോക്കറ്റ് ആണ് ഇതിൽ വരുന്നത്. അടുത്ത ബട്ടൺ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ സ്ലൈഡ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സോക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് മറ്റൊരു സോക്കറ്റ് ഒരിക്കലും നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് ഈ ഫസ്റ്റത്തെ സോക്കറ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഫുള്ള് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് അകത്തേക്ക് പോവുകയും ഇത് ക്ലോസ് ആവുകയും ചെയ്യും. ശേഷം നെക്സ്റ്റ് സോക്കറ്റ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പുഷ് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ളത് US, അതുപോലെ ജപ്പാൻ എന്നീ കണക്ടറുകളൊക്കെയാണ്. ഇതൊരു 2 പിൻ കണക്ടർ തന്നെയാണ്, പക്ഷേ ഇത് ചതുരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു കണക്ടർ വരുന്നത് ഓസ്ട്രേലിയൻ കണക്ടറാണ്. ഇത് 2 സൈഡിലേക്കും സ്ലൈഡ് ആയിട്ടുള്ള ഒരു കണക്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നത് UK, അതായത് നമ്മുടെ നോർമൽ കണക്ടറാണ്, ഒരു 3 പിൻ കണക്ടർ. ഇത്രയും കണക്ടറുകളാണ് ഇതിന് ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഈ ഒരു ചാർജറിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കൊടുത്ത ഈ ഒരു കണക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ്. എല്ലാ തരം ചാർജറുകളും നമുക്ക് ഈ ഒരു സോക്കറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് മൊബൈൽ ഫോണ്, ടാബ്ലറ്റ് ഒക്കെ ഈ ഒരു യൂണിവേഴ്സൽ ട്രാവൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഇതിനായിട്ട് 4 ഔട്ട്പുട്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് 5 വോൾട്ട് 4.8 ആംപിയർ മാക്സിമം ആണ്. അതായത് 4 സോക്കറ്റും കൂടി നമുക്ക് 4.8 ആംപിയർ ആണ് ലഭിക്കുക. സിംഗിൾ ഡിവൈസ് ആണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2.4 ആംപിയർ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യും. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ബ്ലാക്ക് ഫിനിഷിലാണെന്ന് പറഞ്ഞല്ലോ. ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്. പിന്നെ ഈ ഒരു 4 സോക്കറ്റ് സെൻട്രലായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂ നിറത്തിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ ഒരു സോക്കറ്റ് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യുന്ന സമയം തന്നെ ഈ ഒരു LED ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ AC ഔട്ട്പുട്ട് മാക്സിമം നമുക്ക് 8 ആംപിയർ വരെയാണ് കൊടുക്കാൻ സാധിക്കുക. വോൾട്ടേജ് ഓവറായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു 8 ആംപിയറിന്റെ ഫ്യൂസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു സ്പെയർ ഫ്യൂസും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫ്യൂസ് അഥവാ അടിച്ചു പോവുകയാണെങ്കിൽ ഈ സ്പെയർ ഫ്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. EU സോക്കറ്റിൽ 230 വോൾട്ട് AC-യും അതുപോലെ ഓസ്ട്രേലിയ സോക്കറ്റിൽ മാക്സിമം 240 വോൾട്ട് AC-യും അതുപോലെ US, ജപ്പാൻ സോക്കറ്റിൽ നമുക്ക് 120 വോൾട്ട് AC-യും UK കണക്ടറിൽ 230 വോൾട്ട് AC നമുക്ക് ഇൻപുട്ട് നൽകാൻ സാധിക്കും. കൂടാതെ ആങ്കർ ഈ ഒരു പ്രൊഡക്റ്റിന് 1.5 ഇയർ വാറണ്ടിയും നൽകുന്നുണ്ട്. യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്ററോട് കൂടി 4 ഔട്ട്പുട്ട് ചാർജിങ് സ്ലോട്ടുമുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.